നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് വസന്തകുമാരി. ഇന്നത്തെ നമ്മുടെ വിഷയം മറ്റൊരാളുടെ വസ്തുവിൽ നമുക്ക് കിട്ടുന്ന വഴിനടപ്പ് അവകാശത്തെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള റൈറ്റിനെയാണ് നമ്മൾ ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയുന്നത്. അതായത് വേറൊരാളുടെ വസ്തുവിലൂടെ നമ്മുടെ വസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിനടപ്പ് അവകാശം, അതാണ് ഈസ്മെന്റ് റൈറ്റ്. ഈ റൈറ്റ് നിലവിൽ വന്നത് 1882-ലാണ്. ഈ റൈറ്റ് പ്രകാരം, അതായത് ഈ ഈസ്മെന്റ് റൈറ്റ് 3 തരത്തിലുണ്ട് പ്രധാനമായി: ഈസ്മെന്റ് ബൈ നെസസിറ്റി, ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഈസ്മെന്റ് ബൈ ഗ്രാന്റ്. നമുക്ക് ഇനി ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് ഈസ്മെന്റ് ബൈ നെസസിറ്റി. ഈ ഈസ്മെന്റ് ബൈ നെസസിറ്റി ഉണ്ടാകുന്നത് സാധാരണയായി ഒരു വസ്തുവിനെ നമ്മൾ ഭാഗം ചെയ്ത് പല ഷെഡ്യൂളുകളായി, അതായത് പല പട്ടികകളായി വേർതിരിക്കുമ്പോഴാണ്, പല കഷണങ്ങളായി ഒരു വസ്തുവിനെ മുറിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു റൈറ്റ് ഉത്ഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു 40 സെന്റ്സ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. 40 സെന്റ് വസ്തു. ആ വസ്തുവിന്റെ നോർത്തേൺ സൈഡിലെ വടക്ക് വശമാണ് എനിക്കൊരു പബ്ലിക് റോഡ് ആക്സസ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ വസ്തുവിനെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. റോഡിനോട് ചേർന്ന് ഒരു 20 സെന്റും റോഡിനോടിന്റെ തെക്ക് വശത്തായി മറ്റൊരു 20 സെന്റ്. അപ്പോൾ സ്വാഭാവികമായും ഈ റോഡിനോട് ചേർന്നുള്ള 20 സെന്റ്, അതായത് അതിനെ എ ഷെഡ്യൂൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എ ഷെഡ്യൂൾ പ്രോപ്പർട്ടിയിൽ മാത്രമേ ഈ വടക്ക് വശമുള്ള റോഡിലൂടെ ആക്സസ് ഉള്ളൂ. സ്വാഭാവികമായും ബി ഷെഡ്യൂൾ പ്രോപ്പർട്ടിയിലുള്ള ആൾ ഈ എ ഷെഡ്യൂൾ പ്രോപ്പർട്ടി വഴി റോഡിൽ നിന്നും എ ഷെഡ്യൂൾ പ്രോപ്പർട്ടിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ബി ഷെഡ്യൂളിൽ എത്തിച്ചേരുക. അപ്പോൾ ഇങ്ങനെ ഈ ബി ഷെഡ്യൂൾ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന ആ ഓണറിന് എ ഷെഡ്യൂൾ പ്രോപ്പർട്ടിയിന്മേൽ, എ പട്ടിക വസ്തുവിന്മേൽ കിട്ടുന്ന ഒരു അവകാശത്തിനെയാണ് നമ്മൾ ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഷെഡ്യൂൾ എ പ്രോപ്പർട്ടിയുടെ ഓണർ മറ്റൊരാളാണ്, ബി വേറൊരാളാണ്. അപ്പം എ പ്രോപ്പർട്ടിയിൽ ബി പ്രോപ്പർട്ടിക്കുള്ള അവകാശത്തിനെയാണ് നമ്മൾ ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയുന്നത്. എ ഷെഡ്യൂൾ പ്രോപ്പർട്ടി ഓണറിനെ നമ്മൾ സെർവിയന്റ് ഓണർ എന്നും ബി ഷെഡ്യൂൾ പ്രോപ്പർട്ടി ഓണറിനെ നമ്മൾ ഡോമിനന്റ് ഓണർ എന്നും പറയും. അതായത് ആർക്കാണോ ഈ ബെനിഫിറ്റ്, വഴി നടക്കുക എന്നുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, ആ ബെനിഫിഷ്യറിയെയാണ് നമ്മൾ ഡോമിനന്റ് ഓണർ എന്ന് പറയുന്നത്. ആരാണോ ഈ വഴിനടപ്പ് അവകാശം കൊണ്ട് സഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ഈ ലയബിലിറ്റി ഉള്ളത്, അയാളാണ് സെർവിയന്റ് ഓണർ. ഈ എ പ്രോപ്പർട്ടിയെ സെർവിയന്റ് ടെനമെന്റ് എന്നും ബി പ്രോപ്പർട്ടിയെ ഡോമിനന്റ് ടെനമെന്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബി ഷെഡ്യൂൾ പ്രോപ്പർട്ടിക്ക് ഈസ്മെന്റ് ബൈ നെസസിറ്റി കിട്ടണമെങ്കിൽ ചില ഘടകങ്ങളൊക്കെ ഒത്തുചേർന്നാൽ മാത്രമേ, ചില എസെൻഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഈസ്മെന്റ് റൈറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് എന്തൊക്കെയാണ് ഇനി ഈസ്മെന്റ് ബൈ നെസസിറ്റിക്ക് വേണ്ടുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സെർവിയൻ ടെനമെന്റും ഡോമിനന്റ് ടെനമെന്റും വേണം. കൂടാതെ ഈ ബി ഷെഡ്യൂൾ പ്രോപ്പർട്ടിക്ക് ഒരു കാരണവശാലും മറ്റൊരു വഴിയും ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആയിട്ട് കാണാനും പാടില്ല. അതായത് ബാക്കി 3 സൈഡും ലാൻഡ് ലോക്ക്ഡ് ആയിരിക്കുകയും വേറെ ഒരു വഴിയും ഒരു സ്ഥലത്തുകൂടിയും ഈ പ്രോപ്പർട്ടിയിൽ പ്രവേശിക്കാൻ ഇല്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈസ്മെന്റ് ബൈ നെസസിറ്റി ഉത്ഭവിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈസ്മെന്റ് ബൈ നെസസിറ്റി എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി ഓണറിന് കിട്ടുന്ന റൈറ്റ് അല്ല, അത് ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന റൈറ്റ്. അതായത് ഈ ബി ഷെഡ്യൂൾ പ്രോപ്പർട്ടി ഓണർ ഈ വസ്തു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആർക്കാണോ ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്, ആ ആളിലേക്ക് ഈ ഈസ്മെന്റ് ബൈ നെസസിറ്റിയും സ്വാഭാവികമായി ട്രാൻസ്ഫർ ആകും. പിന്നെ മറ്റൊന്ന്, ഈ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ഉള്ള ആളിന് മാത്രമല്ല ഈസ്മെന്റ് റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ ഒക്കുപേർക്കും സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ പ്രോപ്പർട്ടി, അതായത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലെ ബി ഷെഡ്യൂൾ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ലീസ് മുഖാന്തരമോ മറ്റ് എഗ്രിമെന്റ് പ്രകാരമോ കൈമാറുകയാണെങ്കിൽ, അയാൾക്ക് ആ പൊസഷൻ കിട്ടുകയാണെങ്കിൽ, ആ കിട്ടുന്ന ആളിനും അയാളുടെ പൊസഷൻ വെച്ച് അല്ലെ ഒക്യുപ്പൻസി വെച്ച് ഈ ഈസ്മെന്റ് ബൈ നെസസിറ്റി ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഒരു ക്ലയന്റ് ചോദിച്ച ഒരു സംശയത്തിന്റെ മറുപടി കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നാഷണൽ ഹൈവേക്കും മറ്റും പ്രോപ്പർട്ടി അക്വയർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കക്ഷി ചോദിച്ച സംശയം, അയാളുടെ ഈസ്മെന്റ് റൈറ്റ്, അതായത് അയാളുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നതിന് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നാണല്ലോ വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ആ വഴി ഹൈവേക്ക് വേണ്ടി ഇപ്പോൾ അക്വയർ ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ അക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി നഷ്ടമാകുമോ? അങ്ങനെ നഷ്ടപ്പെട്ടാൽ എനിക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? കാരണം എൻ്റെ പ്രോപ്പർട്ടി അല്ലല്ലോ അക്വയർ ചെയ്തിരിക്കുന്നത്.
അനദർമാൻസ് പ്രോപ്പർട്ടി, അതായത് എൻ്റെ അഡ്ജസന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ക്ലയന്റിന്റെ ഡൗട്ട്. തീർച്ചയായും പറ്റും. സെക്ഷൻ 14 പ്രകാരം സെറ്റ് ഔട്ട് ഓഫ് വേ എന്ന ഹെഡിങ്ങിൽ നിങ്ങൾക്ക് ഈ റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഏത് അതോറിറ്റിയാണോ ലാൻഡ് അക്വയർ ചെയ്തത് അവർക്കെതിരെ നിങ്ങൾക്ക് ഈ റൈറ്റ് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ ഒരു റൈറ്റ് സെറ്റ് ഔട്ട് ചെയ്യുവാൻ അവർ ബാധ്യസ്ഥരാണ്. ഗവൺമെന്റ് ഓർ അതർ നാഷണൽ ഹൈവേ അതോറിറ്റി, ആരാണോ അക്വയർ ചെയ്തത് അവർ. അതാണ് ഈസ്മെന്റ് ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്മെന്റ് ബൈ നെസസിറ്റി ക്ലെയിം ചെയ്യണമെങ്കിൽ മറ്റ് ഒരു വഴിയും ഉണ്ടാകാൻ പാടില്ല. സെർവിയന്റ് ടെനമെന്റും ഡോമിനന്റ് ടെനമെന്റും വേണം. പിന്നെ ഇത് മറ്റൊരു കാര്യം, ഇതിന്റെ ഓണർഷിപ്പ് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. വഴിനടപ്പ് അവകാശം മാത്രമേ പറ്റൂ, അല്ലാതെ അന്യന്റെ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ഈസ്മെന്റ് ബൈ നെസസിറ്റിയിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി രണ്ടാമത്തേത് ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ ആണ്. എന്താണ് ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ? ആദ്യം പറഞ്ഞ നെസസിറ്റിയിൽ നിന്നും വളരെ വ്യത്യാസമാണ്. കാരണം ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന ഹെഡിൽ നിങ്ങൾക്ക് ഒരു ക്ലെയിം ഫയൽ ചെയ്യണമെങ്കിൽ അത് സെക്ഷൻ 15ലാണ് കേട്ടോ. അത്തരം ക്ലെയിമുകൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയി 20 years നിങ്ങൾ അയൽവാസിയുടെ വസ്തുവിലൂടെ അല്ലെ ആരുടെ വസ്തുവിലൂടെ ആണോ സെർവിയൻ ടെനമെന്റിന്റെ വസ്തുവിലൂടെ നിങ്ങൾ നടന്നിരിക്കണം. അങ്ങനെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഓപ്പൺലി നിങ്ങൾ കണ്ടിന്യൂസ്ലി 20 years നടന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ആണ് ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ. മറ്റൊരു കാര്യം, നിങ്ങൾ 20 years പൂർത്തീകരിച്ചതിന് ശേഷം മറ്റൊരാൾ, അതായത് അനദർ ലാൻഡ് ഓണർ നിങ്ങളെ പ്രിവെന്റ് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ പ്രിവെന്റ് ചെയ്താൽ നിങ്ങൾ വിതിൻ 2 years സ്യൂട്ട് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്യൂട്ട് നിൽക്കുകയില്ല. കാരണം നിങ്ങൾ 20 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു, അതിനുശേഷം അയാൾ തടഞ്ഞു. അപ്പം നിങ്ങൾ കേസ് ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന ലാഗ് വരുത്തിയാൽ 2 years കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു റെമഡി കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ 20 years കണ്ടിന്യൂസ്ലി എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളൊരു 10 വർഷം യൂസ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ ആ വഴി ഉപയോഗിച്ചില്ല, വേറെ വഴി ഉപയോഗിച്ചു, വീണ്ടും ഒരു 10 വർഷം വന്ന് ഉപയോഗിച്ചു. അങ്ങനെ ആയാലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസേജ് കിട്ടുകയില്ല. അപ്പോൾ 20 years നിങ്ങൾ കണ്ടിന്യൂസ് യൂസേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തത് ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് ആണ്. ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് എന്ന് പറയുന്നത് നെസസിറ്റിയിൽ നിന്നും പ്രിസ്ക്രിപ്ഷനിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു റൈറ്റ്. ഇതേ റൈറ്റ് തന്നെയാണ്, വ്യത്യസ്തമായ രീതിയിലാണ് അത് അക്വയർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് കിട്ടുക? നമ്മളുടെ ആധാരങ്ങൾ വഴി, ഭാഗപത്രങ്ങൾ വഴിയോ എഗ്രിമെന്റ് വഴിയോ കോൺട്രാക്ട് വഴിയോ അങ്ങനെ കിട്ടുന്ന ഇംപ്ലൈഡ് ഗ്രാൻഡ് ആണ്. ഡോക്യുമെന്റ് മുഖാന്തരമോ കിട്ടുന്ന ഗ്രാൻഡിനെയാണ് നമ്മൾ ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് എന്നതുകൊണ്ട് പറയുന്നത്. ഇത് സെക്ഷൻ 8 ഓഫ് ദി ഈസ്മെന്റ് റൈറ്റ് ആക്ട് ആണ്. അപ്പോൾ ഈ ഇംപ്ലൈഡ് ഗ്രാൻഡിന് ഓറലും ആകാം ബൈ റിട്ടണും ആകാം. പക്ഷെ ഓറൽ ഗ്രാൻഡിനൊരു ബുദ്ധിമുട്ട്, ഒരു ഡിഫിക്കൽറ്റി ഉള്ളത്, ഈ ഓറൽ ഗ്രാൻഡ് നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം റിട്ടേൺ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആണെങ്കിൽ, ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യുന്നതിന് വളരെ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. അതാണ് ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്മെന്റ് ബൈ നെസസിറ്റി ആണോ, ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ ആണോ, ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് ആണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അറിഞ്ഞാൽ മാത്രമേ ഇത് ഏത് ഹെഡിലുള്ളതാണെന്ന് ഒരു അഡ്വക്കേറ്റിന് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്ര മാത്രമല്ല ഈസ്മെന്റ് റൈറ്റ് ഉള്ളത്, ഒരുപാട് തരം ഈസ്മെന്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ പാത്വേയുടെ കാര്യമാണ് പറഞ്ഞത്. പാത്വേ മാത്രമല്ല, എയർ, ലൈറ്റ്, ഇതെല്ലാം പ്രിസ്ക്രിപ്ഷൻ, ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ലൈറ്റ്, എയർ, ഇതിന്റെയൊക്കെ യൂസേജിന് തടസ്സം വന്നാൽ ഇതെല്ലാം ഈസ്മെന്റ് റൈറ്റിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ അതുകൂടാതെ കോസി ഈസ്മെന്റ് ഉണ്ട്, കസ്റ്റമറി ഈസ്മെന്റ് ഉണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഇപ്പോൾ ഏറ്റവും സാധാരണയായി കണ്ടുവരാറില്ല. അതുകൊണ്ടാണ് ഞാൻ 3 ഈസ്മെന്റ് മാത്രം പറഞ്ഞത്. കസ്റ്റമറി ഈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു സിംഗിൾ ഓണർ അല്ല, അത് സെർവിയന്റ് ടെനമെന്റും ഡോമിനന്റ് ടെനമെന്റും ഒന്നും തന്നെ ഇല്ല. അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കിട്ടുന്ന റൈറ്റ് ആണ്. ബട്ട് ഇതൊരു സ്പെഷ്യൽ ഒക്കേഷന് മാത്രം കിട്ടുന്നതാണ്. അതായത് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ബറിയലുമായിട്ട് ബന്ധപ്പെട്ടോ, അതായത് ചില പാടങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് ചില വയൽവാണിഭം പോലെയുള്ള ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിൽ സെർവിയന്റ് ടെനമെന്റോ ഡോമിനന്റ് ടെനമെന്റോ ഒന്നുമില്ല, അതർമാൻസ് ലാൻഡ് ആയിരിക്കും.
ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എൻജോയ്മെന്റിന് വേണ്ടി നടത്തുന്ന ഒരു ഉത്സവമായിരിക്കും. ഇതാണ് കസ്റ്റമറി ഈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അത് സർട്ടൻ ആയിരിക്കണം, ലീഗൽ ആയിരിക്കണം, ഏൻഷ്യന്റ് ആയിരിക്കണം, വളരെ പുരാതന കാലം മുതലേ ഉത്ഭവിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ കൂടി ഈ കസ്റ്റമറി റൈറ്റിന് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരം ഈസ്മെന്റ് റൈറ്റുകളുണ്ട്. ഇനി കൂടുതലായിട്ട് അറിയേണ്ടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു.